ഞാൻ ഈ ഡ്രസ്സ് മാറിയിട്ട് എവിടെയാണ് പോകുന്നത്? നമ്മൾ തൃശ്ശൂർ കണ്ട ഇന്നലെ ആയിരുന്നു തൃശ്ശൂർ പൂരം, കുടമാറ്റമൊക്കെ ആയിരുന്നു. ഇന്ന് നമ്മൾ തൃശ്ശൂർക്കാരുടെ പൂരം കണ്ട അതിന് വേണ്ടി പോകുന്നത്. ആ പൂരാണ് കാണേണ്ടതെന്ന് പറയാം. ശരിക്കും പറയാമെങ്കിൽ നമ്മളെ ഉപചാരം പറഞ്ഞു പോകുന്നത് മാത്രമല്ല, കിടലും വെടിക്കെട്ടും ഉണ്ട് കേട്ടോ. 2 ടീമിൻ്റെ വെടിക്കെട്ടും കൂടി ഉണ്ട്. അപ്പം ഞാൻ ബസ്സിലാണ് പോകുന്നത്. അപ്പം നമ്മൾ പാവറട്ടിയിൽ നമ്മൾ ബസ് കാത്ത് നിൽക്കാനിട്ട് തൃശ്ശൂർക്കുള്ളത്. എന്നിട്ട് ഈ കാണുന്നതാണ് പാവറട്ടി പള്ളി എന്ന് പറഞ്ഞത്. 2 ദിവസം കഴിഞ്ഞ് ഇവിടെ പെരുന്നാളാണ് കേട്ടോ. കിട്ടെല്ലാം പെരുന്നാളാണ്. അപ്പോഴേക്കും നമ്മളുടെ വണ്ടി നമ്മൾ ബസ്സിൽ കയറിയതിന് ശേഷം നമ്മൾ സ്ഥിരം ചെയ്യുന്ന പരിപാടി തന്നെ പാട്ട് കേട്ട് കിടന്നുറങ്ങുക. ദിവസം അങ്ങനെ ഉറങ്ങിയതിന് ശേഷം പെട്ടെന്നാണ് ഞാൻ എണിച്ചത്. അപ്പോഴേക്കും നമ്മൾ എത്തേണ്ട സ്ഥലം എത്തി. അങ്ങനത്തെ നമ്മൾ ഇറങ്ങിട്ടാ. ഞാൻ എത്തിയത് മുതുവറയാണ്. അപ്പോൾ ചാറ്റ് വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ നിന്നിട്ട് എല്ലാവരും കൂടി പോകുന്നത്. അങ്ങനെ നേരെ ചാറ്റ് എന്നെ കണ്ടതും നമ്മൾ ലൂക്കതെ ഒച്ചപ്പാടും ബഹളും തുടങ്ങിയിട്ടാ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കാറിൽ പോവുകയാണ് കേട്ടോ. അപ്പോൾ നേരഞ്ഞ് തൃശ്ശൂർക്ക് ഞങ്ങളെല്ലാവരും കൂടി പോവുകയാണ്. അവസാനം ഞങ്ങളുടെ വടക്കേ സ്റ്റാൻഡിലാണ് കേട്ടോ വണ്ടി വെച്ചത്. അവിടെ ഞങ്ങൾ നടന്നു. പൊരി വെയിൽ നിന്ന് പൊരി വെയിൽ, കണ്ണും ചിപ്പിക്കുന്ന വെയിലാണ് കേട്ടോ. നല്ല ചൂടും. അങ്ങനെ വടക്കേ സ്റ്റാൻഡിന് നേരെ നമ്മൾ റൗണ്ടിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ റൗണ്ടിൽ ഇന്നത്തെ ദിവസമാണ് ഇതേപോലെ നടക്കാൻ പറ്റുള്ളൂ. നാളെ തൊട്ട് നടക്കാനും പറ്റില്ല. പക്ഷേ വെയിൽ അന്യായ വെയിലാണ് കേട്ടോ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന നേരത്തെ നമ്മളുടെ ബാക്കിൽ നോക്കിയ ആനകൾ പോകണത് പൂരം കണ്ടിട്ട് പോകണേ. അങ്ങനെ നമ്മളുടെ അമ്പലത്തിൻ്റെ അവിടേക്ക് കിടക്കുകയാണ്. അപ്പോഴാണ് ഈ ഒരു ഐറ്റം കാണുന്നത്, രസമായിട്ട് കാണാനായിട്ട്. അങ്ങനത്തെ നമ്മളെ അമ്പലത്തിൻ്റെ അവിടേക്ക് എത്തിയപ്പോൾ ഒരു പൂരം നടന്നുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാരുടെ പൂരമാണ് ഇവിടെ തൃശ്ശൂരിലെ. ആ പൂരം കഴിഞ്ഞിട്ട് ആ സമയത്തോട്ട് ഞാൻ എത്തിയത് തന്നെ. ഇങ്ങനെ ആന പോവുകയാണ്. ഭയങ്കര തിരക്കാണ് കേട്ടോ. തിരക്കെന്ന് പറഞ്ഞാൽ തിരക്ക്, ഒരു രക്ഷയില്ല തിരക്ക്. അങ്ങനെ ഞങ്ങളുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടാണ്. ഇവിടുത്തെ ഒരു രക്ഷയില്ല തിരക്കും ചൂടും അതുപോലെ ഉഷ്ണമൊക്കെയാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത പരിപാടിയാണ്. അങ്ങനെ ശേഷം നമ്മുടെ ആന അകത്തുനിന്ന് വന്നിട്ട് നമ്മൾ തിരുവമ്പാടി ദേവതി അതുപോലെ തന്നെ പാറമേക്കാവ് ദേവിയും കൂടിയിട്ട് വന്നിട്ട് ഉപചാരം ചൊല്ലിയാറുള്ളതൊന്നും നമുക്കിത് മുഴുവനായിട്ട് കാണാനൊന്നും പറ്റിയില്ല കേട്ടോ. ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. നമ്മൾ തള്ളി വിടണ്ട. അങ്ങനെ 2 പേരും ഉപചാരം ചൊല്ലിയതിന് ശേഷം തിരുവമ്പാടി ഭഗവാന്റെ ഇറങ്ങിയിട്ടാ. അവിടെ നിന്ന് ഞങ്ങളിത് നേരെ റൗണ്ടിലേക്ക് കിടക്കുകയാണ്. ഇനി ഇവിടെ നിന്നിട്ട് കയറില്ല, റൗണ്ടിലേക്ക് തന്നെ പോകുന്നുണ്ട്. കാരണം വെച്ചാൽ ഇങ്ങനെ അങ്ങനെ വെടിക്കെട്ടിന് വെടിക്കുന്നുണ്ട്. ആകെ ക്ഷീണിച്ചു, വെള്ളത്തിന് ഇതായിട്ടാ. അപ്പോൾ ഇത് അവിടെ സംഭാരം കൊടുക്കേണ്ട. ഒരു കുപ്പി എടുത്ത് പോയിട്ട് ഞാൻ കുറച്ച് സംഭാരമൊക്കെ വാങ്ങിച്ച് കുടിച്ചുവിട്ടാണ്. കുറേ നേരം വെയിറ്റ് ചെയ്യാണ്. നമ്മൾ വെടിക്കെട്ട് എടുക്കും തോറുന്നൊക്കെ തിരക്ക് കൂടിയിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കിടലും വെടിക്കെട്ട് നമ്മൾ തിരുവമ്പാടിയിട്ട് വെടിക്കെട്ടാട്ടാ ഈ കാണുന്നത്. അടിപൊളിയായിട്ട് കണ്ടു. അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പാറമക്കാണ്ട് വെടിക്കെട്ടൊക്കെ കാണാനായിട്ട് പറ്റിയില്ല കേട്ടോ. പക്ഷേ അതിന് ശേഷം കൊടാമുട്ടകളാണ് ഈ കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഒരുപാട് കൊടാമുട്ടകൾ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് എല്ലാവരും ഒച്ചപ്പാടും ബഹളവും ഒക്കെ ആയിട്ടാണ് ഈ ഒരു പരിപാടി കാണുന്നത്. അവസാനത്തെ പൂരാണ് എല്ലാം കൊണ്ട് അവസാനിക്കുകയാണ് കേട്ടോ. അങ്ങനത്തെ കുറേ കൊടകളും കൂടിയിട്ടുള്ള കൊടമുട്ടും കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നിട്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട